ഹലോ ചിത്തി, ഇതെന്താ നമ്മളെ കണ്ടിട്ടൊരു മൈൻഡില്ലാതെ പോണേ? ഓ ഇന്ദ്രനോ, ഞാനിങ്ങനെ എന്തോ ആലോചിച്ച് നടക്കുമായിരുന്നു. ഇയാളെന്താ ഇവിടെ? ഭക്ഷണം വാങ്ങി വന്ന. ഓ, പുറത്തുനിന്നാണോ ഭക്ഷണം? അതെ, വേറെ നിവർത്തിയില്ല. അല്ല, ഔട്ട് ഹൗസില് കിച്ചൺ ഉണ്ടല്ലോ, അപ്പൊ അവിടെ കുക്ക് ചെയ്തൂടെ? മ്യൂസിക് കമ്പോസിങ്ങിന് ഇരുന്നപ്പോ ഈ കുക്കിംഗ് ഒന്നും നടക്കില്ലല്ലോ. അല്ല, ചിത്തി എവിടെ പോയിട്ടാ? എനിക്ക് സഹകരണ സംഘത്തിൽ ചെറിയൊരു ജോലിയുണ്ട്, ചുമ്മാ വീട്ടിലിരുന്ന് ബോറടിക്കണ്ടെന്ന് വെച്ചു. അല്ല, അപ്പൊ ഈ മോള് ജോലിക്കൊന്നും പോകുന്നില്ലേ? മോളോ? ആരുടെ മോള്? ആരുടെ മോളോ? സ്വന്തം മോള് തന്നെ, അഹല്യ. അത് ശരി, ഞങ്ങള് ചേട്ടത്തി അനിയത്തി മക്കളാ. ഞാൻ അവളുടെ ചേച്ചിയായിട്ട് വരും. അല്ലേലും ചിത്തിയെ കണ്ട അഹല്യയുടെ അമ്മയാണെന്നൊന്നും പറയില്ല. ആ കുട്ടി പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? നന്നായി പാടുന്നുണ്ട്, ഞാൻ കേട്ടിരുന്നു. അഹല്യ പാടുന്നത് ഇയാള് കേട്ടെന്നോ? ചാൻസേ ഇല്ല. അതെന്താ ആ കുട്ടി പാടുന്ന ഇതുവരെ നിങ്ങളാരും കേട്ടിട്ടില്ലേ? അങ്ങനെയല്ല, അഹല്യ പാടുന്ന അവളുടെ ഭർത്താവിന് ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞ ഒരു മൂളിപ്പാട്ട് പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാണോ? അതെ. എന്താ, കല്യാണം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടായിരുന്നോ? പ്ലാൻ ഉണ്ടെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ആരെ ഈ സംഗീത വിരോധിയായ ഭർത്താവ്? സത്യം പറ, ഇയാളുടെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, എന്തേ? തല തണുപ്പിക്കണോന്നറിയാനാ. അതിന് നെല്ലിക്കതളല്ലേ ബെസ്റ്റ്. അപ്പൊ അതൊക്കെ അറിയാല്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ലല്ലോ. അവളുടെ ഭർത്താവ് ആരാന്നല്ലേ? ആ, തന്റെ ഹൗസ് ഓണർ തന്നെ. ഇതെന്ത് ഹിച്ച്കോക്ക് സിനിമയോ? കംപ്ലീറ്റ് ട്വിസ്റ്റ് ആണല്ലോ.